ഹലോ കൂട്ടുകാരെ, സുഖമാണോ? എൻ്റെ റോസൊക്കെ പൂവിട്ട് നിൽക്കുന്നത് നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് 2-3 സ്പൂൺ അല്ലെങ്കിൽ 4 സ്പൂൺ, 3-4 മാക്സിമം 4 സ്പൂൺ വരെ എണ്ണ ഒഴിച്ച് അതിലേക്ക് സവോള, കറിവേപ്പില, പച്ചമുളക് ചേർക്കുക. പിന്നെ സവോള വാടാൻ വേണ്ടി ചിക്കൻ കറിക്ക് എത്രത്തോളം ഉപ്പാണോ ആവശ്യം അത്രത്തോളം ഉപ്പും ചേർക്കുക. ചിക്കനും കൂടി വേണ്ടുന്ന അത്ര ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ സവോള പെട്ടെന്ന് വാടി കിട്ടും. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി മുഴുവനോടെ ചേർക്കണമെങ്കിലും ചേർക്കാം, പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റും ചേർക്കാം. അതിനുശേഷം ഇത് വഴറ്റി കൊടുക്കുക. നല്ലോണം വാടി വരുന്നത് വരെ വഴറ്റുക. നല്ലോണം വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾ പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാവുന്നതാണ്. 2 സ്പൂൺ വരെ കുരുമുളക് പൊടി ചേർക്കാം. ആദ്യം 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം അവസാനമാണ് ബാക്കിയുള്ള 1 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് 1 കിലോ ചിക്കനാണ് ചേർക്കുന്നത്. ചിക്കൻ ചേർത്ത ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങൾ ഈ ചിക്കനിലേക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നിന്നിറങ്ങുന്ന വെള്ളം കൊണ്ട് വേണം കറി വേകാൻ. അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് വേവിക്കണം. ഒരു 5 മിനിറ്റ് മൂടി വെച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയത് കാണാൻ പറ്റും. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളത് വീണ്ടും മൂടി വയ്ക്കുക. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും വെള്ളം കൂടുതൽ, ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാവുന്നതാണ്. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി കഴിഞ്ഞ ശേഷം മാത്രമേ വെള്ളം ചേർക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിത് വീണ്ടും മൂടി വെച്ച് വേവിക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം 15-20 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ്. കറി ഇപ്പോൾ വെന്തിട്ടുണ്ടാകും. ഇനി അവസാനമായി അതിനകത്തേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുക. അത് വേണമെങ്കിൽ ചേർത്താൽ മതി. അതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കറി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചിക്കൻ കറി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ കൂട്ടുകാരെ.